ഇത് എക്സോസ്റ്റ് ഫാനിലൊക്കെ വരുന്ന ചെറിയ ടൈപ്പ് മോട്ടറാണ്. ഈ മോട്ടറിൻ്റെ ഷാഫ്റ്റ് മാറ്റുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ ഷാഫ്റ്റ് വാങ്ങാൻ കിട്ടുമോ അറിയില്ല. ടേബിൾ ഫാനിന് വേണ്ടിയിട്ട് വരുന്ന ഷാഫ്റ്റിനെ ഇതിൻ്റെ അളവിന് കട്ട് ചെയ്തിടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ വൈൻഡിങ് കംപ്ലൈൻ്റ് ഇല്ല. അപ്പോൾ ഇതിൽ കൂടുതൽ പണി ചെയ്യുന്നത് വലിയ പ്രയോജനമില്ല. ഒരു റെഡിമെയ്ഡ് മോട്ടർ തന്നെ വലിയ വിലയില്ലാതെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഈ ഷാഫ്റ്റ് ഊരിയെടുക്കുന്നതിന് മുമ്പ് അത് പ്രസ്സിൽ വെച്ചാണ് ഊരിയെടുക്കുന്നത്. അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പാക്കിംഗ് കൊടുത്തിട്ട് ചുറ്റിയേക്ക് അടിച്ചാലും ഇളക്കിയെടുക്കാം. പക്ഷേ ചുറ്റിയേക്ക് അടിക്കുമ്പോൾ ഷാഫ്റ്റ് ബെൻഡായി പോകാതെ സൂക്ഷിക്കണം. ഇളക്കുമ്പോൾ പ്രശ്നമില്ല, തിരിച്ച് സെറ്റ് ചെയ്യുമ്പോൾ ഷാഫ്റ്റ് ബെൻഡാവാതെ ശ്രദ്ധിച്ചോളണം. അപ്പോൾ ഇവിടുത്തെ അളവ് 3 സെൻറ്റിമീറ്റർ ഉണ്ട്. ഈ റോട്ടറിൽ നിന്ന് 3 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ ഇത് മാത്രം നോക്കി വെച്ചിരുന്നാൽ മതി. എന്നിട്ട് ടോട്ടൽ ലെങ്ത് കറക്റ്റ് ചെയ്ത് ഒരു ഷാഫ്റ്റ് കട്ട് ചെയ്തെടുക്കണം. ഷാഫ്റ്റ് ഊരി എടുത്തിട്ടുണ്ട്. ടേബിൾ ഫാനിൻ്റെ പുതിയ ഷാഫ്റ്റാണിത്. അപ്പോൾ ഇതിനെ കട്ടർ ഉപയോഗിച്ച് ഗ്രൈൻഡിങ് മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ വലിയ ടൈറ്റ് ഇല്ല, കറക്റ്റായിട്ട് കുഷിനകത്ത് ഇറങ്ങിപ്പോകുന്ന അതേ അവസ്ഥയിൽ ഉള്ളിലേക്ക് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇടയിൽ പഞ്ചിങ് കൊടുത്ത് റെഡിയാക്കാൻ പറ്റുമോ നോക്കാം. ഇതൊന്ന് ഒരു ശ്രമമാണ്, എത്രത്തോളം വിജയിക്കുമെന്ന് ഉറപ്പില്ല. അപ്പോൾ ഇതിൽ ഒരു സൈഡ് ആദ്യം കട്ട് ചെയ്യാം. ഇതിൽ ലീഫ് സെറ്റ് ചെയ്യാനുള്ള ഗ്രൈൻഡിങ് കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ഭാഗം ഇതുപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് വിടാം. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് നോക്കിയിട്ട് ഈ സൈഡും കൂടെ കട്ട് ചെയ്യാം. ഇനി അല്പം ടൈറ്റ് ഉണ്ടെങ്കിൽ അത് ഇതിൽ നമ്മുടെ ഡ്രില്ലിംഗ് മെഷീനിൽ പിടിച്ചിട്ട് പോളിഷ് ചെയ്താൽ മതിയാവും. ഇനി ഇതിൽ സെറ്റ് ചെയ്യാൻ കണക്കായിട്ടുള്ള പഞ്ച് ചെയ്യണം. അപ്പോൾ ഇത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് മാർക്ക് ചെയ്യണം എത്ര ദൂരമാണ് പഞ്ച് വരേണ്ടതെന്നുള്ളത്. പഞ്ച് ചെയ്യുമ്പോൾ ഷാഫ്റ്റ് ബെൻഡ് ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ പഞ്ച് ചെയ്യുന്ന സമയത്ത് ഷാഫ്റ്റ് ബെൻഡായി പോവുകയാണെങ്കിൽ ഇത്രയും സമയം ചെയ്ത പണിയെല്ലാം വേസ്റ്റ് ആവും. ഇപ്പോൾ നേരത്തെ ഫ്രീ ആയിട്ട് പോയതാണ്, ഇപ്പോൾ ടൈറ്റ് ആയിട്ടുണ്ട്. ഇതിനെ പ്രസ് ഉപയോഗിച്ച് പ്രസ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ലൂസൊന്നുമില്ല. ഇനി സെറ്റ് ചെയ്ത് നോക്കാം. മുമ്പ് ഇതിൽ മെറ്റൽ ബുഷാണ് കിടന്നത്, ഇപ്പോൾ ബ്രാസ് ബുഷ് ഇട്ടിട്ടുണ്ട് 2 കവറിൽ. ഇതിൽ പുറത്തേക്ക് വരുന്ന ഒരു വയർ കട്ടായിപ്പോയി, അത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ അതുകൂടെ കണക്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് ഓട്ടിച്ച് നോക്കാം. അപ്പോൾ ആ വയറും കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി സെറ്റ് ചെയ്ത് ഓട്ടിച്ച് നോക്കാം. കറക്റ്റായിട്ട് തന്നെ ഓടുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുപോലെ മോട്ടോർ വൈൻഡിങ്ങുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.